ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എനിക്കിന്നൊരു ട്രെയിനിങ്ങിന് വന്നിട്ട് രാവിലെ റെഡി ആയതാണ്. ഇവിടെ ഇപ്പോൾ 7 മണിയായി. 7 മണിയാണെങ്കിലും നേരം വെളുത്ത് വരുന്നുള്ളൂ, വിൻ്റർ ആയതുകൊണ്ട്. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് പോകാനുണ്ട്. ഞാൻ വണ്ടി എടുക്കുന്നില്ല, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് 45 മിനിറ്റ്സ് ഉണ്ട് വൺ സൈഡ്. അപ്പോൾ എന്തായാലും ട്രെയിനിങ്ങിന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പോകാനായിട്ട് ഇറങ്ങി. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല തണുപ്പ്. -6 ഒക്കെ ആയിരുന്നു ഇന്നലെയൊക്കെ. ഭയങ്കര തണുപ്പാണ്. ഈ ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഭയങ്കര തണുപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. സമയം 7:15 ആവുന്നു. പക്ഷെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ കാണിക്കാം നിങ്ങള്. വെളിച്ചമായി വരുന്നതേ ഉള്ളൂ. അപ്പം റോഡിലാണെങ്കിൽ പോലും വണ്ടികളൊക്കെ തിരക്കായി വരുന്നതേ ഉള്ളൂ. ബസ് വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. 7:11 ഇവിടെ എത്തുമെന്നാണ് കാണിക്കുന്നത്. ഇവിടെ പിന്നെ ലേറ്റ് ആവില്ലല്ലോ, കറക്റ്റ് സമയത്ത് വണ്ടി വരുമല്ലോ. ഇതാണ് ഇപ്പം എൻ്റെ കൈയൊക്കെ മരയ്ക്കുന്നു. ക്രീമൊന്നും ഇട്ടിട്ടങ്ങ് കേൾക്കുന്നില്ല. ഞാൻ ബി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബി നെറ്റ്വർക്കാണ് നമുക്കിവിടെ മാഞ്ചസ്റ്ററിലെ ബസ്സിൻ്റെ കമ്പനിയുടെ പേര്. അപ്പോൾ നമ്മൾ 5 പൗണ്ടിൻ്റെ ഒരു ഡേ റൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഞ്ചസ്റ്ററിൽ എവിടെ വേണമെങ്കിലും അന്നത്തെ ദിവസം ട്രാവൽ ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. വീക്ക്ലി ആണെങ്കിൽ 20 പൗണ്ട്, മന്ത്ലി ആണെങ്കിൽ 80 പൗണ്ട്, 80 പൗണ്ട് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു റൈഡിന് നമ്മൾ 3 പൗണ്ട് വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം മന്ത്ലി ഒക്കെ പോകുന്നവർക്കാണെങ്കിൽ ആഴ്ചയിലൊരു 4 ദിവസം തന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ, 4-5 ദിവസം പോകുന്ന ആൾക്കാരാണെങ്കിൽ വേണ്ട, 4 ദിവസം പോകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവർക്കത് യൂസ്ഫുള്ളാണ്. കാരണം മന്ത്ലി 80 പൗണ്ട്സ് വരുന്നുള്ളൂ. പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലും ഒരു മാസം മുഴുവൻ ട്രാവൽ ചെയ്യാനോ. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. ഡെയിലി ആകുമ്പം 5 പൗണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകണം, ഞാനും അച്ഛൻ കൂടെ ഇടയ്ക്ക് പോകുമ്പോൾ ബസ്സിന് പോകുമ്പം ഞങ്ങൾ 2 പേർക്കൂടെ കൂടിയുള്ള എടുക്കും. അപ്പം 9 പൗണ്ട് നമുക്ക് വരുന്നത്. 2 പേർക്കൂടെ ആകുമ്പോൾ 9 പൗണ്ട്. ഓക്കെ, അപ്പം ബസ് വരാറായി. ഞാൻ എന്തായാലും ബസ്സിൽ കയറിയിട്ട് ബാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഉണ്ട്. 20 മിനിറ്റ്സ് കഴിയുമ്പം ഒരു ഇൻട്രസ്റ്റേജ് ഉണ്ട്. അവിടുന്ന് പിന്നെ അടുത്ത വണ്ടിയെ കയറണം. ഈ സെയിം നെറ്റ്വർക്ക് തന്നെ, ബി എന്നാണ്, ബി നെറ്റ്വർക്ക് തന്നെ. അപ്പോൾ അവിടുന്ന് ട്രെയിനിങ്ങിൻ്റെ സ്ഥലത്തേക്ക് അടുത്ത ബസ്. അപ്പോൾ ഞാൻ ബസ്സൊക്കെ ഇറങ്ങി ഇന്റർചേഞ്ചിലേക്ക് നടക്കുവാണ്. റോഡിൽ തിരക്കൊക്കെ ആയി വരുന്നു. ഈ സമയത്ത് ഇത്രയും തിരക്കൊന്നും അല്ല കാണുന്നത്. കാരണം നല്ല തിരക്കൊരു നല്ല ട്രാഫിക് വരുന്നു ഈ സമയത്ത്. ഇതുണ്ട്, ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി ഇവിടെ. ക്രിസ്മസ് ട്രീ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ക്രിസ്മസ് ട്രീ.
എനിക്കിനി അവിടുന്ന് താഴേക്ക് ഇറങ്ങി ഇൻ്റർചേഞ്ചിലേക്ക് പോകേണ്ടത്. ഉള്ള കടകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങി. ഉണ്ടോ? അതാണ് ഇൻ്റർചേഞ്ച്. അങ്ങോട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ചിലേക്ക് കയറുവാണ്. ഇവിടെ ഓരോ സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് N, M, L ഇങ്ങനെ ഓരോ സ്റ്റാൻഡാണ്. നമുക്ക് ബി സ്റ്റാൻഡ് ബിന്ന് നമ്പർ 23 ആണ് വണ്ടി. അങ്ങോട്ട് നടക്കാം. എച്ചായതുകൊണ്ട് അങ്ങോട്ട് ഒരുപാടുണ്ട് അങ്ങോട്ട്. ഇത് മാഞ്ചസ്റ്ററിലെ തന്നെ മെയിൻ ഒരു ഹബ്ബാണ്. ഇവിടുന്ന് ഇൻഫർമേഷൻസ് ഒക്കെ ടിക്കറ്റിൻ്റെ നമുക്ക് ഇവിടുന്നാണ് വണ്ടി. ബി സ്റ്റാൻഡ് C ആയി. ഇവിടുന്ന് നമ്മുടെ സ്റ്റാൻഡ് ബി നമ്പർ 23 ആണ് എനിക്ക് പോകേണ്ടത്. 742 നമ്പർ 23 ട്രാഫോർഡ് സെൻറ്റർ 742 ഷെഡ്യൂൾഡ് ഓൺ ടൈമാണ്. സത്യം പറഞ്ഞാൽ മടി പിടിച്ചാണ് പോകുന്നത്. പോകാൻ തീരെ താല്പര്യം ഉണ്ടായി പോകുന്നതല്ല. പക്ഷെ ഇന്ന് കമ്പൾസറി ആയിട്ടുള്ള ട്രെയിനിങ് അതുകൊണ്ട് പോയാൽ പറ്റത്തുള്ളൂ. ഇവിടെ കണ്ടു നമുക്ക് ഫോട്ടോമി എന്ന് പറഞ്ഞ നമുക്ക് തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഉള്ള ഓപ്ഷനാണ് ഫോട്ടോമി. ട്രെയിനിങ് എത്ര മണി വരെയാണ്? എനിക്ക് തോന്നുന്നൊരു 4:30 വരെ ഉണ്ടാവും ട്രെയിനിങ്. അപ്പോൾ നമ്മൾ അടുത്ത ബസ്സൊക്കെ കയറി. ഇനി ഇവിടുന്നൊരു 30 മിനിറ്റ്സ് കൂടെ ഉണ്ട്. 30 മിനിറ്റ്സ് കഴിയുമ്പം നമ്മുടെ സ്ഥലത്തെത്തും. ഇപ്പോൾ സമയം 7:45. നേരമൊക്കെ വെളുത്ത് വരുന്നു. അപ്പോൾ ഇവിടുന്ന് ബസ് എടുത്തു. നമുക്കിനി ഇവിടുന്നൊരു 30 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് ട്രെയിനിങ്ങിൻ്റെ സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഇരിക്കുന്ന പുള്ളി അല്ല, ഫ്രണ്ടിലിരിക്കുന്ന പുള്ളി നമ്മൾ ആദ്യം കയറിയ ബസ്സിലെ ആ പുള്ളിയെ പോലെ തന്നെയില്ലേ, ആ ഒരു കഷണ്ടി. ബസ്സിലൊക്കെ ആൾക്കാരായി വരുന്നതേ ഉള്ളൂ അല്ലേ? പുള്ളിയെ നോക്കി, ആ ഒരു പുള്ളി തന്നെയാണെന്ന് തോന്നുന്നു. എന്താണേലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മൾ പകുതി വഴിയായി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. വണ്ടിയിൽ കൂടെ ഒക്കെ മഞ്ഞുണ്ട്. വരുന്ന വഴിക്കാണെങ്കിലും പുല്ലക്കൂടെ ഒക്കെ മഞ്ഞ് കിടക്കുന്നത് കാണാമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട് അവിടെ എത്താനായിട്ട്. ഒരു 10 to 15 മിനിറ്റ്സും കൂടെ ഉണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാവേ. ഇവിടെ അടുത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ റൂട്ടിലാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഉറപ്പില്ല. കിട്ടുവാണെങ്കിൽ എനിക്ക് പണ്ട് ഈ റൂട്ടിൽ കൂടെ പോയൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പം ഈ റൂട്ടിലാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, മീൻകടയൊക്കെ ക്രിസ്മസിൻ്റെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ മുമ്പ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ സ്ഥലം. ഇതൊരു സെമിത്തേരിയാണ്. സെമിത്തേരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇത് എത്രമാത്രം ഉണ്ടെന്നുള്ള, എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളതൊന്ന് കണ്ടു നോക്കുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സിഗ്നൽ വന്നു. ഒരു സിഗ്നൽ ഞാൻ ഒരു നേരത്തെ പ്രാവശ്യം ഇതിലെ പോയപ്പം
ഞാനിങ്ങനെ കണ്ടു ഇത് കണ്ട് ഞാൻ കണ്ടൊക്കെ ഒരു വലിയൊരു സെമിത്തേരി ആണല്ലോ എന്ന് കണ്ടു. അതിപ്പോൾ 1 സിഗ്നൽ കഴിഞ്ഞു, 2 സിഗ്നൽ കഴിഞ്ഞു, 3 സിഗ്നൽ കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കിടക്കുക. അപ്പം എനിക്ക് ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഇത്ര ഒരു വലിയ സെമിത്തേരി കണ്ടിട്ട്. ഇതിൻ്റെ അതായത് ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, നമ്മുടെ മലയാളീസ് ചെയ്ത് തന്നെയൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് UK തന്നെ ഒരു വലിയ സെമിത്തേരി ആണെന്നാണ്. അതുപോലെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ സെമിത്തേരിയിൽ നിന്ന് രാത്രി കാലങ്ങളിൽ സൗണ്ടും അതുപോലെ സ്മെല്ലൊക്കെ വരാറുണ്ട്. ബൈക്കിലൊക്കെ ഒരുപാടുണ്ട്. ഇതിൻ്റെ വൈഡായിട്ട് കിടക്കുവാണ്. നമ്മൾ ഫ്രണ്ട് ഏരിയ മാത്രമേ കാണുന്നുള്ളൂ. നോക്കിയത് എത്രമാത്രം ആൾക്കാരെയാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. സദേൺ സെമിത്തേരി എന്നാണ് അതിൻ്റെ പേര്. സദേൺ സെമിത്തേരി. ഇത് അതിൻ്റെ ഒരു ചർച്ചാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് ഇതിനകത്ത് തന്നെ ഇതുപോലത്തെ 2-3 ചർച്ച ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ സെമിത്തേരിയാണ്, ഭയങ്കര വലിയ സെമിത്തേരി. അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. എത്രയോ പാവപ്പെട്ടവര്, പണക്കാര്, അങ്ങനത്തെ ഒരു തിരിച്ചു വ്യത്യാസവും ഇല്ലാതെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഞാനിങ്ങനെ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. അന്ന് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക UKയിലെ ബിഗ്ഗസ്റ്റ് സെമിത്തേരി എന്ന്. അതോ ഈ മാഞ്ചസ്റ്റർ ഏരിയയിലാണെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും എന്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു സെമിത്തേരിക്ക്. എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക സമയം കിട്ടുന്ന പോലെ. അപ്പോൾ സെമിത്തേരി ഈ ഒരു ഭാഗം കൊണ്ട് തീരുവാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് വേറൊരു പള്ളിയാണ്. അപ്പോൾ ഈ സെമിത്തേരിയുടെ ഈ ഒരു വശം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പുറ വശം എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി. ഇവിടുന്ന് ഒരു 3 മിനിറ്റ് നടക്കാനായിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പം 8:30 കഴിഞ്ഞു. നല്ല ട്രാഫിക് ആയിരുന്നു വരുന്ന വഴിക്ക്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അങ്ങനെ ലേറ്റ് ആവുന്നതല്ല ശരിക്കും പറഞ്ഞാൽ, റോഡ് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് നടക്കട്ടെ. അപ്പം നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞ് ബാക്കി കാണാം. ഓക്കെ, ബൈ. ന്യൂസ് പേപ്പർ, ബസ്സിലും ട്രെയിനിലൊക്കെ നമുക്ക്, ട്രെയിൻ സ്റ്റേഷനിലുണ്ട്. അതുപോലെ പിന്നെ എല്ലാ ബസ്സിലും നമുക്ക് ന്യൂസ് പേപ്പർ ഉണ്ട്, നമുക്ക് എടുക്കാം. അപ്പം ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, ബൈ. ട്രെയിനിങ് കഴിഞ്ഞിട്ട് കാണാം. ഹലോ, ഞാനിങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. 4:45 ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ. ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ 5 മണിയായി. നല്ല ട്രെയിനിങ് ആയിരുന്നു. ഇനി എൻ്റെ ലാസ്റ്റ് സെഷൻ ഉണ്ട്, ഒരു 2-3 വീക്സ് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു സെഷനും കൂടെ ഉണ്ട്. 5 മണിയായി വെളിയിൽ ഇറങ്ങിയപ്പോൾ. 5 മണിയായപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കി, പക്ഷെ ഭയങ്കര ഇരുട്ടായിരുന്നു. ഷൂട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് വിൻ്ററിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇരുട്ടി തുടങ്ങും. പിന്നെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാവും. രാവിലെ ആണെങ്കിലും നേരം വെളുക്കുന്നത് താമസിച്ച്, നേരം വെളിച്ചം വീഴുന്നത് താമസിച്ച്. അപ്പോൾ നമുക്ക് ആകപ്പാടെ നമ്മളൊരു മൂഡ് ഓഫ് ആയിരിക്കും. എന്നാണെങ്കിലും വീട്ടിൽ വന്നു. ഇനി കുളിക്കണം, ഫുഡ് കഴിക്കണം, നേരത്തെ കിടന്ന് ഉറങ്ങണം. അച്ചു വരുന്നതുള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. ഞാൻ ആദ്യം എത്തി. അപ്പോൾ അച്ചു വരുമ്പോഴത്തേക്കും കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കണം. എന്നിട്ട് ഒരുമിച്ച് ഫുഡ് കഴിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങണം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വരാം. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനലാണ്. അപ്പം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. അപ്പം എന്താണെങ്കിലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.